ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ട്രംപിന് പിന്തുണ നൽകുമ്പോൾ സംസ്ഥാന തലത്തിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ പിന്തുടരുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷി ഫണ്ട് തിരിമറി നടത്തിയെന്നത് പ്രതിപക്ഷം നടത്തുന്ന കുപ്രചരണമാണെന്നും 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഭാഗമാണെന്നറിയാൻ പോലും ആ ബജറ്റ് കൂട്ടാക്കിയില്ല. അപ്രകാരം ഏറ്റവും നീചമായി കേരളത്തെ ഒറ്റപ്പെടുത്തിയ മറന്നുകളഞ്ഞ ആ ബജറ്റിനെ പറ്റി ഒരു വാക്ക് പറയാൻ എന്തുകൊണ്ട് UDF തയ്യാറാകുന്നില്ല? അത് പറയേണ്ട ഏറ്റവും ഉചിതമായ വേദി അതാണ്, നിയമസഭയല്ലെങ്കിൽ. ആ സഭാവേദിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുവികാരം ഒന്നാണെന്ന് അറിയിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരത്തെ UDF ദുരുപയോഗം ചെയ്തത്, അല്ലെങ്കിൽ അത് അവഗണിച്ചത്, തട്ടിക്കളഞ്ഞത് യാദൃച്ഛികമായിട്ടില്ല. UDFന് BJPയെ പറ്റി പറയാൻ ഇഷ്ടമില്ല. കോൺഗ്രസ്സിന് BJPയുമായുള്ള ബന്ധത്തിൻ്റെ പ്രത്യേക അവസ്ഥയുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് BJPയെ പിണക്കുന്ന, അവർക്ക് നിരക്കാത്ത, ദഹിക്കാത്ത, ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇടതുപക്ഷ വിരോധം കേരളത്തിലെ കോൺഗ്രസ്സിൽ എത്തിച്ചിരിക്കുകയാണ്. അതാണ് അവിടെ കണ്ടത്. ഇതിനോട് താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രംപിനോട് മോദി കാണിക്കുന്ന ആ വിധേയത്വമാണ്. ട്രംപിനെ പറ്റി പറയാൻ മോദിക്ക് ഭയമാണ്. ട്രംപ് ഇന്ത്യയെപ്പറ്റി എന്തും പറയാം എന്ന അവസ്ഥയിലായിരിക്കുന്നു. കരാറുകൾ പ്രഖ്യാപിക്കുന്നത് ട്രംപിൻ്റെ എക്സിലാണ്. ഇതൊരു ഗതികേടാണത്. ഇന്ത്യയെ ബാധിക്കുന്ന ഗൗരവമേറിയ പലതും ഉൾക്കൊള്ളുന്ന ഒരു നയം, ഇന്ത്യ-US ബന്ധങ്ങളിലെ നിർണായകമായ ഒന്ന്. അതേപ്പറ്റി US പ്രസിഡന്റ് പറഞ്ഞത് എക്സിലാണ്. അവിടെയാണോ പറയേണ്ടത്? എന്തുകൊണ്ട് ഇന്ത്യ-US സംയുക്ത പ്രസ്താവന ഉണ്ടായില്ല? എന്തുകൊണ്ട് ഇന്ത്യയുടെയും USൻ്റെയും നിലപാടുകൾ ഔദ്യോഗികമായിട്ട് പറയാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും അവകാശമുണ്ട്? ഒരുമിച്ച് പറയാൻ കഴിഞ്ഞില്ല. എന്താണ് ആ കരാർ? എന്താ അതിൻ്റെ കണ്ടന്റ്? എന്താണ്? ഇന്ത്യൻ കൃഷിയെ നിങ്ങളെ ബാധിക്കും? ചോദ്യങ്ങളുടെ പരമ്പരയുണ്ട്. എക്സിലൊന്നിന് മറുപടിയില്ല. സ്വന്തം നാടിൻ്റെ പരമാധികാരത്തെ ഇതുപോലെ മറ്റൊരു രാജ്യം നാണം കെട്ട തരത്തിൽ അവഹേളിക്കുമ്പോൾ അതേപ്പറ്റി മിണ്ടാൻ നാക്കില്ലാത്ത ഒരാളായി മാറുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി കാണിക്കുന്ന അതേ വിധേയത്വമുണ്ട് കേരളത്തിലെ UDFന് BJPയോട്. ട്രംപിനോട് മോദിക്ക് വിധേയത്വം, BJPയോട് ഇവിടെ കോൺഗ്രസ് വിധേയത്വം. അതാണ് കാണുന്നത്. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ജനങ്ങൾ ഇവയെ ഉൾക്കൊള്ളാൻ പോകുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും LDF പറയുകയാണ്, ഈ നീചമായ നീക്കത്തെ ചെറുക്കാനുള്ള സമരത്തിൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ജനങ്ങളെ വിശ്വാസത്തിനെടുത്ത് അവരെ മാനിച്ചുകൊണ്ട് LDF മുന്നോട്ട് പോകുന്നുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾക്കറിയാം, വരാൻ പോകുന്ന ഇലക്ഷനിൽ LDF വിജയം തിളങ്ങുന്ന ഒന്നായിരിക്കും, ചരിത്രപരമായിരിക്കും. അത് യാതൊരു സങ്കോചവും കൂടെ പറയാൻ കഴിയും. 3ാം ഊഴം LDFനായിരിക്കും. അതിൻ്റെ സ്പന്ദനങ്ങൾ എല്ലായിടത്തും കാണാം. ജാഥ മാനേജർ M. സ്വരാജ്, CS സുജാത, അഡ്വക്കേറ്റ് P. വസന്തം, VT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യൻ, PK രാജൻ, ഉഴമലയ്ക്കൽ വേണുഗോപാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.